നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കാൽ നൂറ്റാണ്ട് കാലമായി ശബരിമല തീർത്ഥാടകർക്ക് മാല നിർമ്മിച്ചു നൽകി ചേർപ്പിലെ വനിതാ കൂട്ടായ്മ പ്രവർത്തകർ. സാമ്പത്തിക ലാഭമല്ലാതെ ഭക്തിയോടെയുള്ള സേവനമാണ് ഇവർക്ക് മാല നിർമ്മാണം. ഉപജില്ലാ കലോത്സവത്തിൽ ചേർപ്പിന്റെ പെരുമ കൈവിടാതെ CNN ഗേൾസ് സ്കൂൾ. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ CNN ഗേൾസ് സ്കൂൾ നേടിയത് സമ്മാന പെരുമഴയാണ്. BJP ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിവർത്തന യാത്ര സംഘടിപ്പിച്ചു. പരിവർത്തന യാത്ര ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. കാൽ നൂറ്റാണ്ട് കാലമായി ശബരിമല തീർത്ഥാടകർക്ക് മാല നിർമ്മിച്ചു നൽകി ചേർപ്പിലെ വനിതാ കൂട്ടായ്മ പ്രവർത്തകർ. സാമ്പത്തിക ലാഭമല്ലാതെ ഭക്തിയോടെയുള്ള സേവനമാണ് ഇവർക്ക് മാല നിർമ്മാണം. തൊഴിലുറപ്പ് തൊഴിലടക്കം ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മ. തങ്ങളുടെ വീടുകളിൽ ദൈനംദിനേനയുള്ള പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് തൊഴിലും ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവരിൽ പലരും. വീടുകളിലെ പണി കഴിഞ്ഞുള്ള ബാക്കി സമയമാണ് ഇവർ തീർത്ഥാടകർക്കായുള്ള മാല നിർമ്മാണത്തിനായി ശ്രമം തുടങ്ങിയത്. കമ്പി ഇതാണ് ഞങ്ങളുടെ മാലയുടെ. പിന്നെ ഞങ്ങൾ തൊഴിലുറപ്പിലുള്ള ജോലിക്കാരാണ്. കാലത്ത് 9:30 ഞങ്ങൾ ജോലി കഴിഞ്ഞ് 5 മണിക്ക് വരും. അത് കഴിഞ്ഞ് വീട്ടിലെ ജോലി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇത് മാല കെട്ടും. പിന്നെ ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിൽ ഒക്കെയുള്ള മാലയാണ്. അത് ഞങ്ങൾ 2 മാസം കൊണ്ട് കുറേശ്ശെ കെട്ടി അവർ വന്ന് എടുത്തു കൊണ്ടുപോകും. ഇങ്ങനെ നൂലുമ്പോഴാണ് ഈ മാല മണി കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ കമ്പിയുമ്പോൾ കോർക്കും മണികൾ. പിന്നെ ഇത് നമ്മളാണ് ചിറ്റണത്. ഈ കമ്പി റോൾ എടുത്തിട്ടാണ് ചിറ്റണത്. പുല്ലൂർ സ്വദേശിയായ ഉദയൻ മുത്തും കമ്പിയും മാല നിർമ്മാണത്തിനായി വാങ്ങി നൽകി. വീട്ടമ്മമാർ മുത്തുകളെല്ലാം കമ്പിയിൽ കോർത്തെടുത്ത് മനോഹരമായ മാലയായി തിരികെ നൽകി. 3 മാസത്തേക്കുള്ള മുത്തും കമ്പികളും നൽകിയാണ് മാല നിർമ്മാണം. മാല നിർമ്മാണത്തിന് ചിലവ് കുറവാണെങ്കിലും അയ്യപ്പ ഭക്തർക്കായുള്ള പ്രവർത്തനമാണ് എന്നതിൽ സന്തോഷമാണ് വീട്ടമ്മമാർക്കുള്ളത്. ഞങ്ങൾ ഈ മാല കെട്ടണത് ആദ്യം തന്നെ അയ്യപ്പസ്വാമിയോടുള്ളൊരു ഭക്തി കൊണ്ടാണ് ഇത് കെട്ടണത്. അത് ഞങ്ങൾ കെട്ടണ മാല കുറേ ഭക്തന്മാർ ഇട്ടിട്ട് സന്നിധാനത്ത് എത്തുന്നുണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു തൊഴിലെന്ന നിലയ്ക്കും ഞങ്ങളിത് ചെയ്യണം. സുലോചന കുട്ടൻ, സിനി പ്രമോദ്, ശോഭന സുരേഷ്, രമാ പുഷ്പാകരൻ, ഓമന വാസു, സൗമ്യ അജീഷ്, വത്സല നാരായണൻ, രഹന അനീഷ്, ബിന്ദു അർഷകുമാർ, നന്ദിത പ്രദീപ് എന്നിവരാണ് മാല നിർമ്മാണത്തിൽ സജീവമായുള്ളത്. ഇതിൽ വത്സല നാരായണന് 4 പതിറ്റാണ്ടുകാലത്തെ അനുഭവമാണ് അയ്യപ്പ ഭക്തർക്കുള്ള മാല നിർമ്മാണത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ കെട്ടണ സമയത്ത് 25 വയസ്സുള്ളപ്പോൾ കിട്ടിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് 50 പൈസയായി, പിന്നെ 75 പൈസയായി, പിന്നെ 1 രൂപയായി. അങ്ങനെയാണ് ഞാൻ കെട്ടിക്കൊണ്ടിരുന്നത്. പുല്ലൂരത്ത് കൊണ്ടുവന്ന് കെട്ടുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കെട്ടണം. ഇപ്പം പുതിയ ആളുടെ കയ്യിൽ നിന്ന് കെട്ടി കൊടുത്തു 50 എണ്ണം. 50 വയസ്സ് പിന്നിട്ടാൽ ശബരിമല ദർശനം നടത്താനാണ് തങ്ങളുടെ ആഗ്രഹമെന്നും വീട്ടമ്മമാർ പറയുന്നു. കല്ലുമാല, മുത്തുമാല, തൊപ്പിമാല, രുദ്രാക്ഷമാല, രക്തചന്ദനമാല, 101 മണിമാല എന്നിവയാണ് ചേർപ്പിലെ വനിതാ കൂട്ടായ്മ പ്രവർത്തകർ നിർമ്മിക്കുന്നത്. 25 കൊല്ലമായി ഞങ്ങൾ ഈ പണി ഇത് തുടങ്ങിയിട്ട്. മാലപ്പണി ഉദയം എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടുവരാറ്. 2 മാസത്തേക്കായിട്ട് മാല മുത്തും കമ്പിയൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ തന്നെ വന്ന് കൊണ്ടുപോകും. 10 രൂപ വെച്ചിട്ടാണ് മാലയ്ക്ക് കാശ്. 10, 12, 13 രൂപ വെച്ചിട്ടാണ്. അയ്യപ്പ ഭക്തിയോടൊപ്പം നിസ്വാർത്ഥ സേവനവുമാണ് മാല നിർമ്മാണത്തിൽ ഇവർക്കുള്ള കരുത്ത്. ഉപജില്ലാ കലോത്സവത്തിൽ ചേർപ്പിന്റെ പെരുമ കൈവിടാതെ CNN ഗേൾസ് സ്കൂൾ. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ
CNN ഗേൾസ് സ്കൂൾ നേടിയത് സമ്മാന പെരുമഴയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തലൂർ ദീപ്തി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടന്നത്. ഉപജില്ലാ കലോത്സവത്തിൽ ചേർപ്പ് CNN സ്കൂൾ നേടിയത് അഭിമാനാർഹമായ നേട്ടമാണ്. അറബിക്, സംസ്കൃതം, ജനറൽ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മലയാളം പദ്യം ചൊല്ലൽ, അക്ഷരശ്ലോകം, തിരുവാതിരക്കളി, ഒപ്പന തുടങ്ങി 16 ഇനം മത്സരങ്ങൾ. ഇതിൽ 7 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടിയാണ് UP ജനറൽ വിഭാഗത്തിൽ CNN ഗേൾസ് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂളിന് ലഭിച്ചത് 3ാം സ്ഥാനമാണ്. ഇരുള നൃത്തം, പണിയ നൃത്തം, തിരുവാതിരക്കളി, നാടകം, മംഗലം കളി, ഒപ്പന, ഓടക്കുഴൽ, മൃദംഗം, മലയാളം പദ്യം ചൊല്ലൽ, അക്ഷരശ്ലോകം തുടങ്ങി ജനറൽ വിഭാഗം 24 ഇനം മത്സരങ്ങളിലാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടിയത്. സംസ്കൃതോത്സവത്തിലും CNN ഗേൾസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അക്ഷരശ്ലോകം, നാടകം, പദ്യം ചൊല്ലൽ, സംഘഗാനം, വന്ദേമാതരം എന്നീ ഇനങ്ങളിലായിരുന്നു ഹൈസ്കൂൾ UP വിഭാഗത്തിന്റെ മികച്ച പ്രകടനം. അറബിക് കലോത്സവത്തിലും CNN ഗേൾസ് സ്കൂളിന് അഭിമാനകര നേട്ടം കൈവരിക്കാനായി. അറബിക് സംഘഗാനം, അറബിക് പദ്യം ചൊല്ലൽ, അറബിക് ഗാനം, സംഭാഷണം, പദപ്പയറ്റ്, പദകേളി, മുഷാര തുടങ്ങിയ ഇനങ്ങളിലെല്ലാം ചേർപ്പ് CNN ഗേൾസ് സ്കൂൾ നേടിയത് മികച്ച വിജയമാണ്. BJP ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിവർത്തന യാത്ര സംഘടിപ്പിച്ചു. പരിവർത്തന യാത്ര ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നക്കൽ, BJP ചേർപ്പ് ഏരിയ പ്രസിഡന്റ് മധു പൂച്ചിന്നിപ്പാടം, ഊരകം ഏരിയ പ്രസിഡന്റ് സന്തോഷ്, കർഷക മോർച്ച പ്രസിഡന്റ് സുനിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹരിപ്രസാദ് മേനോൻ, C വിജയൻ, BJP അംഗങ്ങളായ പ്രിയലത പ്രസാദ്, ശ്രുതി വിജിൽ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി വിഷ്ണു തുടങ്ങി നിരവധി പേർ പരിവർത്തന യാത്രയിൽ പങ്കെടുത്തു. ഊരകം അമ്മത്തിരുടെ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക പത്രിക പ്രകാശനം ചെയ്തു. ഈ മാസം 29 മുതൽ ഡിസംബർ 4 വരെ വിവിധ കലാപരിപാടികളോടെയാണ് തൃക്കാർത്തിക ആഘോഷം നടക്കുക. ക്ഷേത്രം മേൽശാന്തി ശാസ്ത്രശർമ്മൻ നമ്പൂതിരി തൃക്കാർത്തിക പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു. ഊരകം ദേവസ്വം ഓഫീസർ M സുധീർ, ഉപദേശക സമിതി സെക്രട്ടറി AK സതീശൻ എന്നിവർ ആദ്യ പത്രിക ഏറ്റുവാങ്ങി. ഉപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ, വൈസ് പ്രസിഡന്റ് MR രാജേഷ് എന്നിവർ സംസാരിച്ചു. സമിതി അംഗങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 29 മുതൽ ഡിസംബർ 4 വരെ വിവിധ കലാപരിപാടികളോടെയാണ് തൃക്കാർത്തിക ആഘോഷിക്കുക. ഡിസംബർ 4-നാണ് തൃക്കാർത്തിക മഹോത്സവം. 3 നേരവും പണ്ടാരത്തിൽ ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ മേളത്തോടെ 5 ആന എഴുന്നള്ളിപ്പും പ്രസാദഊട്ടും ഉണ്ടായിരിക്കുന്നതാണ്. 37ാമത് ഫെഡറേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റ് തൃപ്രയാറിൽ നടക്കും. 2026 ജനുവരി 18 മുതൽ 25 വരെ തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുക. ടൂർണമെന്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. TSGA ചെയർമാൻ TN പ്രതാപൻ അധ്യക്ഷനായ യോഗത്തിലാണ് സംഘാടക സമിതിക്ക് രൂപം നൽകിയത്. വോളിബോൾ അസോസിയേഷൻ ഭാരവാഹികളായ പനമ്പിള്ളി ശശിധരൻ, V ശിവകുമാർ, ജോഷി ജോർജ്, TSGA ഭാരവാഹികളായ ശിവൻ കണ്ണോളി, PM അഹമ്മദ്, PR താരാനാഥൻ, CG അജിത് കുമാർ, PK സുഭാഷ് ചന്ദ്രൻ, TR ദില്ലി രത്നം, CM നൌഷാദ്, TU സുഭാഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി ചെയർമാൻ TN പ്രതാപൻ, ജനറൽ കൺവീനർ CG അജിത് കുമാർ, ട്രഷറർ TR ദില്ലി രത്നം എന്നിവരെ തെരഞ്ഞെടുത്തു. കൊരട്ടിക്കര IFA ഫർണിച്ചർ ഷോറൂമിൽ സ്റ്റോക്ക് ക്ലിയറൻസ് വിൽപ്പന. വമ്പിച്ച ആദായ വിൽപ്പനയാണ് കൊരട്ടിക്കര IFA ഒരുക്കിയത്. ആദായ വിൽപ്പനയറിഞ്ഞ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി പേരാണ് ഫർണിച്ചർ സ്വന്തമാക്കാൻ എത്തിച്ചേർന്നത്. എന്നാൽ ഇതിനിടെ തിരക്ക് ദുരുപയോഗം ചെയ്ത് ചിലർ സംഘം ചേർന്ന് ഏതാനും പേർ വിൽപ്പന തടസ്സപ്പെടുത്തുകയും ഷോറൂമിൽ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ രാത്രി 11 വരെ നടത്താൻ തീരുമാനിച്ചിരുന്ന ആദായ വിൽപ്പന പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാത്രി 7 വരെ ചുരുക്കുകയായിരുന്നു. തിരക്ക് മൂലം ഓഫർ ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്ത ഉപഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിൽ ഇവ ലഭ്യമാക്കുമെന്ന് കൊരട്ടിക്കര IFA ഫർണിച്ചർ ഷോറൂം മാനേജ്മെന്റ് അറിയിച്ചു. BJP താനേം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ പദയാത്രകൾ നടത്തി. വികസിത കേരളം, വികസിത താന്യം, BJPയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു പരിപാടി.
തെക്കൻ മേഖല പദയാത്രയുടെ ഉദ്ഘാടനം BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് സേവ്യൻ പള്ളത്തും വടക്കൻ മേഖലാ പദയാത്ര OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടനും ഉദ്ഘാടനം ചെയ്തു. പദയാത്രകളുടെ സമാപന സമ്മേളനം NDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV വിനോബ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി EP ഹരീഷ്, ജില്ലാ സമിതി അംഗങ്ങളായ NS സുഗതൻ, റുഖ്യ സുരേന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റുമാരായ നിഷ പ്രവീൺ, P കൃഷ്ണൻകുട്ടി, സെക്രട്ടറി NS ഉണ്ണിമോൻ, പഞ്ചായത്ത് ഭാരവാഹികളായ സെക്രട്ടറി കവിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. മറ്റൊരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കൂടി സംസ്ഥാനം വേദിയാകുന്നു. ഈ സമയത്ത് തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഖദീജ പുതിയ വീട്ടിൽ. തീർത്തും അപ്രതീക്ഷിതമായാണ് ഖദീജ പുതിയ വീട്ടിലിന്റെ പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള കടന്നുവരവ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഇവർ കരുതുന്നത്. 2000 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. കയ്പമംഗലം പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്ന് മത്സരിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഖദീജ കാൽവെച്ചത്. അടുത്ത ബന്ധവും നിലവിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM അഹമ്മദാണ് പൊതുപ്രവർത്തന രംഗത്ത് വഴികാട്ടിയായത്. തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായിട്ടും മുസ്ലിം ലീഗിന്റെ കോട്ടയായ 2ാം വാർഡിൽ മികച്ച ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. ഇതോടെ കയ്പമംഗലം പഞ്ചായത്തിന്റെ ഭരണസാരഥികളിൽ ഒരാളായി ഖദീജ മാറി. 2005 3ാം വാർഡിൽ നിന്നായിരുന്നു മത്സരിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഖദീജയ്ക്കായിരുന്നു. പ്രവർത്തന മികവും ജനസമ്മതിയും പരിഗണിച്ച പാർട്ടി വീണ്ടും ഖദീജയെ സ്ഥാനാർത്ഥിയാക്കി. ഇക്കുറി 20ാം വാർഡായിരുന്നു അങ്കത്തട്ട്. അവിടെയും വിജയം ഖദീജയ്ക്കൊപ്പം. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പുകളിലും 20ാം വാർഡിൽ നിന്ന് തന്നെയായിരുന്നു ഖദീജ മത്സരിച്ചു വിജയിച്ചത്. 2.5 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനിടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങി നിരവധി പദവികളിലും ഖദീജ തിളങ്ങി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചതും കയ്പമംഗലം പഞ്ചായത്തിലെ പകൽവീട് പ്രവർത്തനം തുടങ്ങിയതും ഖദീജ പുതിയ വീട്ടിലിന്റെ വാർഡിലാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് നാടിന്റെ ഹൃദയത്തിൽ ചേക്കേറിയ ഖദീജയ്ക്ക് നാട്ടുകാർക്കിടയിൽ പൊതുപ്രവർത്തനം തുടരാൻ തന്നെയാണ് ആഗ്രഹം. തൊഴിലുറപ്പ് ജീവനക്കാരിയെ ചടങ്ങിൽ ഉദ്ഘാടകയാക്കി അരിമ്പൂർ പഞ്ചായത്തിന്റെ ആദരം. റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരിയാണ് അപ്രതീക്ഷിതമായി ഉദ്ഘാടകയായത്. അരിമ്പൂർ പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയറായ അന്തിക്കാട് സ്വദേശിനി വെളിച്ചപ്പാട്ട് വീട്ടിൽ അനുവാണ് യാദൃശ്ചികമായി ഒരു പ്രധാന ചടങ്ങിന്റെ ഉദ്ഘാടകയായത്. 7 വർഷമായി അരിമ്പൂർ പഞ്ചായത്തിൽ ജോലി നോക്കുകയാണ് അനു. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ തച്ചമ്പള്ളിക്കുളം റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിനായി അനു എത്തിയിരുന്നു. ഈ സമയത്താണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ റോഡിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കാൻ അനുവിനെ ക്ഷണിക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ജില്ലാ കോർഡിനേറ്റർ രാഹേഷ് കുമാറും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പൊതുചടങ്ങുകളിൽ കിട്ടുന്ന അംഗീകാരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അനുവിനെ അദ്ദേഹം പ്രശംസിച്ചു. അനു അടക്കം 4 തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ 200-ലധികം തൊഴിലുറപ്പ് തൊഴിലാളികൾ അരിമ്പൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് CG സജീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, ജനപ്രതിനിധികളായ ഷിമി ഗോപി, സിന്ധു സഹദേവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എഴുത്തിന്റെ 50 വർഷങ്ങൾ പിന്നിട്ട കവി E ജിനന് ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ സ്നേഹാദരം. മതിലകം വ്യാപാര ഭവനിലായിരുന്നു സ്നേഹാദരം. ET ടൈസൺ MLA സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ആദരപത്രം സമർപ്പിച്ചു. ചങ്ങാതിക്കൂട്ടം വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താൻ അധ്യക്ഷയായി. TK ഗംഗാധരൻ, TK മീരാബായി, UK സുരേഷ് കുമാർ, കൃഷ്ണൻ സൗവർണിക, TS സജീവൻ, V മനോജ്, സുധീഷ് അമ്മവീട്, ER ജോഷി, SM ജീവൻ, KP രവി പ്രകാശ്, MS ദിലീപ്, ബഷീർ വടക്കൻ, PS ജബ്ബാർ, സുമിത്ര ജോഷി, സാരംഗി ജോഷി, സുനിൽ P മതിലകം, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ്, ജോയിന്റ് സെക്രട്ടറി MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. E ജിനൻ രചിച്ച ഗാനങ്ങളും കവിതകളും കോർത്തിണക്കിയ ചൊൽക്കാഴ്ച എന്ന പരിപാടിയും ചടങ്ങിൽ അരങ്ങേറി. അമ്മാടം സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ വർഗീസ് ഭാര്യ റോസിലി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം ഞായറാഴ്ച വൈകിട്ട് 3:30 അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. കാൽ നൂറ്റാണ്ട് കാലമായി ശബരിമല തീർത്ഥാടകർക്ക് മാല നിർമ്മിച്ചു നൽകി ചേർപ്പിലെ വനിതാ കൂട്ടായ്മ പ്രവർത്തകർ. സാമ്പത്തിക ലാഭമല്ലാതെ ഭക്തിയോടെയുള്ള സേവനമാണ് ഇവർക്ക് മാല നിർമ്മാണം. ഉപജില്ലാ കലോത്സവത്തിൽ ചേർപ്പിന്റെ പെരുമ കൈവിടാതെ CNN ഗേൾസ് സ്കൂൾ. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ CNN ഗേൾസ് സ്കൂൾ നേടിയത് സമ്മാന പെരുമഴയാണ്. BJP ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിവർത്തന യാത്ര സംഘടിപ്പിച്ചു. പരിവർത്തന യാത്ര ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.